ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് സൺഡേയുടെ എനർജിയാണ് നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പായൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ സൺഡേയുടെ എനർജി എന്താണെന്ന്. ഡിസംബർ 1 സൺഡേയുടെ എനർജി എന്താണ് പായൽ നമ്പർ 1-ൻ്റെ. ഇന്ന് വന്നിട്ട് ന്യൂ മൂൺ ആണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പുതിയ ഇൻറ്റൻഷൻസ്, സങ്കല്പങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ സൺഡേ എനർജി എന്താണ്? താങ്ക് യു. ഓക്കെ, ഇവിടെ വന്നിട്ട് 7 ഓഫ് സോഡ്സിൻ്റെ എനർജി, ഇവിടെ മൂണിൻ്റെ എനർജിയാണ് കാണുന്നത്. കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അർഹതപ്പെട്ട എനർജീസ്, ഓക്കെ, അത് നിങ്ങളുടെ അടുത്തോട്ട് റിട്ടേൺ ആയിട്ട് വരുന്ന ഒരു സമയമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ 7 ഓഫ് വോൺസിൻ്റെ എനർജി, കുറച്ച് പേര് നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കുന്ന ഒരു ദിവസമായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് എന്തെങ്കിലും ടോക്സിക് എനർജി, എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ എനർജി എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് സംരക്ഷിച്ച് നിർത്താം, എങ്ങനെ ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യാം, അതിൽ കൂടുതലായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് ഒത്തിരി സങ്കടങ്ങൾ, ഒത്തിരി ടെൻഷനിൽ കൂടെ പോയിട്ടുണ്ടെങ്കിലും ഫൈനലി ഓക്കെ അതിൻ്റെ എൻഡിൽ കുറച്ചൊരു സമാധാനം, ഒരു ന്യൂ എനർജി വരുന്നതായിട്ട്, എന്തെങ്കിലും സിറ്റുവേഷൻ എൻഡ് ചെയ്തിട്ട് അവിടെ ഒരു റീപ്ലേസ്മെൻറ്റ്, അവിടെ ഒരു ന്യൂ എനർജി, പുതിയ എനർജി കടന്നു വരുന്നതായിട്ടും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ കുറച്ച് പേർക്ക് 2 ഓഫ് കപ്സിൽ വന്നിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഹീലിങ്ങിന് വേണ്ടിയിട്ട് പുതിയ ഇൻറ്റൻഷൻസ് സെറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ദിവസം പറയുന്നുണ്ട്. അവിടെ കുറച്ചൊരു പീസ്, സമാധാനം കൊണ്ടുവരാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ലെറ്റ് ഗോ ചെയ്യണം, വേണ്ടെന്ന് വെക്കണം, അതിലൊരു ക്ലാരിറ്റി, വ്യക്തത ഇന്നത്തെ ദിവസം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാനായിട്ട്, അതിന് വേണ്ടിയിട്ടുള്ള സങ്കല്പങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ കൊണ്ടുവരാനായിട്ട് ഇന്നത്തെ ദിവസം ശ്രമിക്കുക. അതുപോലെ തന്നെ കിങ് ഓഫ് സോഡ്സ് വന്നിട്ട് നിങ്ങളുടെ ഇൻ്റലിജൻസ്, നിങ്ങളുടെ ബുദ്ധിശക്തി യൂസ് ചെയ്യാനായിട്ടാണ് ഓവറോൾ ഈ ഒരു ദിവസം പറയുന്നത്. അതുപോലെ തന്നെ മഹാലക്ഷ്മിയുടെ എനർജി, നിങ്ങളുടെ ലൈഫിലോട്ട് മഹാലക്ഷ്മിയുടെ ഊർജ്ജം കടന്നു വരുന്നുണ്ടെങ്കിൽ അതിനെ മനസ്സിലാക്കാനായിട്ട്, കുറച്ചും കൂടെ റെസ്പെക്റ്റ് കൊടുക്കാനായിട്ടും ശ്രമിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. ഓക്കെ, ചില എനർജീസ് നമുക്ക് എന്താ പറയുക പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല, പക്ഷെ നമുക്ക് ലൈഫിൽ അത് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതും കുറച്ചും കൂടെ നിങ്ങൾ അംഗീകരിക്കാനായിട്ട് ശ്രമിക്കാനായിട്ട് കുറച്ച് പേരോട് ഈ ഒരു ദിവസം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓവർ ജഡ്ജ്മെൻറ്റിൻ്റെ എനർജി, ഓവറായിട്ട് തിങ്ക് ചെയ്യുക, അത് കുറച്ചൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. അതുപോലെ തന്നെ ഇവിടെ ടവർ വന്നിട്ട് കുറച്ചും കൂടെ പ്രിപ്പറേഷൻ കൊണ്ടുവരാനായിട്ടാണ് പറയുന്നത്. ഇനി മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്. ഈ ഒരു ഫൗണ്ടേഷൻ അതെല്ലാം മാറിയിട്ട് പാസ്റ്റ്, ഓൾഡ് സെൽഫ്, ഓൾഡ് പഴയ കാര്യങ്ങളെല്ലാം ഇവിടെ റിമൂവ് ആയിട്ട് ഒരു ന്യൂ എനർജി, ഒരു ന്യൂ ഫൗണ്ടേഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് വരാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ആകാനായിട്ട് ശ്രമിക്കുക. പുതിയ മാറ്റങ്ങൾ, പുതിയ എനർജീസ് വരുന്ന സമയത്ത് പേടിച്ച് മാറി നിൽക്കാതിരിക്കുക. ഓക്കെ, അതിനെക്കുറിച്ചിട്ട് സ്റ്റഡി ചെയ്യുക, മനസ്സിലാക്കുക, അതിന് വേണ്ടിയിട്ട് നിങ്ങളെ പ്രിപ്പയർ ചെയ്യുക ഈ വരുന്ന സമയങ്ങളിൽ. ഓക്കെ, അത് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ചും നിങ്ങളുടെ കോൺഫിഡൻസ് വീണ്ടെടുക്കാനായിട്ട് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു 7 ഓഫ് സോഡ്സിൽ കുറച്ച് പേര് നിങ്ങളുടെ ഉള്ളിലെ എന്തെങ്കിലുമൊക്കെ എനർജീസിൽ ഷിഫ്റ്റ്, മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ടും ശ്രമിക്കുന്നുണ്ടാകാം. നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും എന്തെല്ലാം എനർജീസാണ് എന്നെ പിന്നോട്ട് വലിക്കുന്നത്, അല്ലെങ്കിൽ എന്നെ ഒരു ലാക്ക് മെൻറ്റാലിറ്റിയിൽ നിർത്തുന്നത്, അല്ലെങ്കിൽ ഒരു കംപ്ലെയിനിങ് മോഡ്, വിക്ടിം മെൻറ്റാലിറ്റിയിൽ നിർത്തുന്നത്. അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അവിടെ എനിക്ക് മാറ്റങ്ങൾ കൊണ്ടുവരണം, ന്യൂ എനർജീസ് കൊണ്ടുവരണം. അതിലോട്ടും കുറച്ച് പേര് വരുന്നതായിട്ട് ഈ ഒരു ദിവസം ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. ഓക്കെ, അതും നിങ്ങളുടെ ലൈഫിൽ മറഞ്ഞിരുന്ന പല എനർജീസും, നിങ്ങളുടെ ലൈഫിലെ നിങ്ങളുടെ എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ മറഞ്ഞിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ
അതിൽ ക്ലാരിറ്റി വ്യക്തത വരുന്നതായിട്ടും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഈവനിങ് നൈറ്റ് ടൈമിൽ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് എനർജി വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ സൺഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പായൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ ഡിസംബർ 1 സൺഡേയുടെ എനർജി എന്താണെന്ന്. അതുപോലെ തന്നെ ഇന്ന് ന്യൂ മൂൺ ആണ്. ഇന്ന് നിങ്ങളുടെ ലൈഫിൽ പുതിയ ഇൻറ്റൻഷൻസ്, പുതിയ സങ്കല്പങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇനി മുന്നോട്ട് എനിക്ക് എന്താണ് വേണ്ടത്, എന്തെല്ലാം മാറ്റങ്ങളാണ് ഞാൻ എൻ്റെ ലൈഫിൽ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത്, അതിനെല്ലാം വേണ്ടിയിട്ട് ഇൻറ്റൻഷൻസ് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ സൺഡേയുടെ എനർജി എന്താണ്. താങ്ക് യു. നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി ബ്യൂട്ടിഫുൾ. സണ്ണിൻ്റെ എനർജി. കുറച്ച് പേർക്ക് ഇവിടെ റിലേഷൻഷിപ്പിൽ, വ്യക്തിബന്ധങ്ങളിൽ ഒത്തിരി പോസിറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് കുറച്ചും കൂടെ തൻ്റെ ഉള്ളിൽ ഒരു ആത്മവിശ്വാസം കൊണ്ടുവരാനായിട്ട്, കുറച്ചും കൂടെ ബോൾഡായിട്ട് ഇരിക്കാനായിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ ഇന്നത്തെ ദിവസം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ്സ് ലഭിക്കുന്നതായിട്ട്, സ്നേഹം, ഒരു കമ്പാഷൻ, ഒരു പരിഗണന, ഓക്കെ, ആ ഒരു എനർജി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ട് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫിലുള്ള വ്യക്തികളെ അല്ലെങ്കിൽ നിങ്ങളെ കുറച്ചും കൂടെ വിശ്വസിക്കാനായിട്ടുള്ള ആ ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ട്രാവൽ ബ്ലെസ്സിങ് കാണുന്നുണ്ട്. എവിടെയെങ്കിലുമൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസസ് വിസിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി റെക്കഗ്നിഷൻ, നിങ്ങൾ ചെയ്യുന്ന വർക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ഒത്തിരി പോസിറ്റീവ് മാറ്റങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യുക, നിങ്ങൾക്കൊരു കോംപ്ലിമെൻറ്റ് ലഭിക്കുക, എന്തെങ്കിലുമൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇവൻറ്റ്സ്, എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസ് അറ്റൻഡ് ചെയ്യുക, ഓക്കെ, അതിൽ നിങ്ങൾക്കൊരു ലൈം ലൈറ്റ് ലഭിക്കുക, ഒത്തിരി അറ്റൻഷൻ ലഭിക്കുക, ആ ഒരു എനർജി ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ വിഷസ്, എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരാനായിട്ട്, പൂർത്തീകരിക്കാനായിട്ടുള്ള ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ വന്നിട്ട് 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. കുറച്ച് പേരോട് ഇന്ന് പറയുന്നുണ്ട് മടി, ഓക്കെ, അല്ലെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ഫോക്കസ് കൊടുക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടിട്ടാണ്, എന്ത് റീസൺ കൊണ്ടിട്ടാണ്, അത് മനസ്സിലാക്കിയിട്ട് ആ ഒരു എനർജി ലെറ്റ് ഗോ ചെയ്യാനായിട്ട്, നിങ്ങൾ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് വന്നിട്ട് പഠന വിഷയങ്ങൾ, ഓക്കെ, അവിടെ കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് ഇന്നത്തെ ഈ ഒരു സമയത്ത് വന്നിട്ട്. നിങ്ങളുടെ അസൈൻമെൻറ്റ്സ്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് എഴുതി തീർക്കാനായിട്ട്, ഓക്കെ, സ്റ്റഡീസിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം പറയുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ അശ്രദ്ധ, എന്തെങ്കിലും ആബ്സെൻറ്റ് മൈൻഡഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ വർക്ക് ലൈഫ് ബാലൻസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അതായത് നിങ്ങളുടെ ഫാമിലിയും അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബവും, അവിടെ ഒരു ബാലൻസിൻ്റെ കുറവുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടിട്ടാണെന്ന് മനസ്സിലാക്കുക. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ആക്ഷൻസ് എടുക്കണം അതിൽ ശ്രദ്ധിക്കാനായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുതിയ ഇൻറ്റൻഷൻസ് സെറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പേരോട് പറയുന്നുണ്ട്. 10 ഓഫ് വോൺസ് വന്നിട്ട് കുറച്ചൊരു റെസ്റ്റ് ആൻഡ് റിപ്പയറിൻ്റെ ആവശ്യം വരുന്നുണ്ടാകാം ഇന്നത്തെ ദിവസം വന്നിട്ട്. ഓവറായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി, ഓവറായിട്ടുള്ള ഉത്തരവാദിത്വം, ഇത് നിങ്ങളുടെ മാത്രമാകണം എന്നില്ല, മറ്റുള്ളവരുടെയും എല്ലാവരുടെയും ആ ഒരു എനർജി, ഓക്കെ, നിങ്ങളുടെ ഷോൾഡറിൽ നിങ്ങൾ ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ട്രാവൽ ചെയ്യണ സമയത്ത് അല്ലെങ്കിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ് ആ ഒരു എനർജിയിൽ ഇരിക്കുന്നുണ്ടെങ്കിലും കുറച്ചും കൂടെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫിനാൻഷ്യൽ ഡീലിങ്സും കുറച്ചും കൂടെ കെയർഫുൾ ആകാനായിട്ട് ഇന്നത്തെ ദിവസം പറയുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണൽ ഐറ്റംസ്, ഓക്കെ, നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ, ബാഗ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് പേപ്പേഴ്സ് ആയിക്കോട്ടെ, അത് മിസ്പ്ലേസ് ചെയ്ത് പോകാതിരിക്കാനായിട്ടും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. അതുപോലെ തന്നെ നൈറ്റ് ഓഫ് സോഡ്സ് വന്നിട്ട് ഇനി മുന്നോട്ടുള്ള സമയങ്ങളിൽ ഒത്തിരി ആക്ഷൻസ്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടാകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ പ്രിപ്പയർഡ് ആയിട്ടിരിക്കാനായിട്ടും പറയുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ന്യൂ എനർജീസ്, പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടാകാം. അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ വാഹനമായിരിക്കാം എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ടും ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. ചിലപ്പോൾ മുന്നോട്ടുള്ള സമയങ്ങളിൽ അതിൻ്റെ ആവശ്യം വരുന്നുണ്ടാകാം. അപ്പോൾ അതിൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. ഓക്കെ, അപ്പോൾ
ഇവിടെ വന്നിട്ട് ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജിയാണ്. സൺ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഒത്തിരി സ്നേഹം, ഒത്തിരി ഹാർട്ട് സ്പേസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഒത്തിരി സന്തോഷം, ഹാപ്പിനെസ്സിൻ്റെ എനർജി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം എൻജോയ് ചെയ്യാനായിട്ടാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ സൺഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.